ധീരം നവാഗതനായ ജിതിൻ ഡി സുരേഷ് സംവിധാനം ചെയ്ത ഈ മലയാള ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സൗദി അറേബ്യ, കുവൈറ്റ് ഉൾപ്പെടെ GCCയിലും റിലീസ് ചെയ്യുന്നത് വിലക്കി. ഡിസംബർ 5-ന് കേരളത്തിലെ വലിയ സ്ക്രീനുകളിൽ എത്തിയെങ്കിലും വിദേശ റിലീസ് നിരോധിച്ചിരിക്കുന്നു. റോമോ എന്റർടൈൻമെന്റ്, മലബാർ ടാക്കീസ് എന്നിവരുടെ ബാനറിൽ ഹാരിസ് അമ്പഴത്തിങ്കൽ, റിമോഷ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രത്തിലെ ഒരു കഥാപാത്രത്തെ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി അവതരിപ്പിക്കുന്നു. ഇതാണ് സിനിമ നിരോധിക്കാൻ കാരണമായത്. കുവൈറ്റിൽ റിലീസ് ചെയ്യുന്ന ധീരത്തിൽ ട്രാൻസ്ജെൻഡർ രംഗം നിരോധിക്കണമെന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട്. എന്നാൽ സൗദി അറേബ്യ സെൻട്രൽ ബോർഡ് രാജ്യത്തിന് റിലീസ് ചെയ്യുന്നത് പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ട് സംവിധായകൻ ജിതിൻ പറഞ്ഞു, നിലവിൽ ധീരം GCCയിലും റിലീസ് ചെയ്യാൻ കഴിയില്ല. സൗദി സെൻട്രൽ ബോർഡിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി അഭിനേതാക്കളിൽ ഉള്ളതിനാൽ ചിത്രം അവിടെ റിലീസ് ചെയ്യാൻ കഴിയില്ല. ചിത്രത്തിലെ ട്രാൻസ്ജെൻഡർ രംഗം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കുവൈറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു നിർദ്ദേശം ലഭിച്ചു. അവരുടെ ഭാഗങ്ങൾ നീക്കം ചെയ്താൽ അത് റിലീസ് ചെയ്യാമെന്ന് അവർ പറയുന്നു. പക്ഷേ സിനിമ സൗദി അറേബ്യയിൽ റിലീസ് ചെയ്യാൻ കഴിയില്ല. ആ അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഞങ്ങൾ അവരുടെ ലിംഗഭേദം നോക്കിയിരുന്നില്ല. മറുവശത്ത് സമൂഹത്തിൽ LGBTQIA+ സാധാരണ നിലയിലാക്കാനും ഞങ്ങൾ ആഗ്രഹിച്ചു, അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിൽ നിന്ന് ധീരം A സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട്. ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ ചിത്രം. ആക്ഷൻ രംഗത്തും ഒപ്പം ത്രില്ലർ ചേരുവയിൽ എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ലക്ഷ്യത്തെ പിന്തുടരുമ്പോഴാണ് കഥ വികസിക്കുന്നത്. ഈ ജാതിജാതകം, മരണമാസ് തുടങ്ങിയ സിനിമകളും മിക്ക ഗൾഫ് രാജ്യങ്ങളും LGBTQIA+ പരാമർശങ്ങൾ കാരണം മുൻപ് നിരോധിച്ചിരുന്നു.